ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഫ്രം അമ്മാസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുമ്പളങ്ങ വിളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്തിട്ട് അതുകൊണ്ട് നമ്മുടെ പാലക്കാടിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, പാലക്കാട്ടുകാർക്ക് കുമ്പളങ്ങ ഇറച്ചി ഇല്ലാണ്ട് ഒരു പരിപാടിയില്ല. അതിപ്പോൾ കല്യാണത്തലേന്നാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും ചടങ്ങിനാണെങ്കിലും ശരി, കുമ്പളങ്ങ ഇറച്ചി മസ്റ്റാണ്, എസ്പെഷ്യലി കല്യാണത്തലേന്ന്. അപ്പോൾ ഈ കുമ്പളങ്ങ ഇറച്ചി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞ കുമ്പളങ്ങ ആയതുകൊണ്ട് നല്ല ഫ്രഷ് കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് അറുത്ത് നമ്മളിതാ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണേ. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്, കോഴി ഇറച്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 ടൊമാറ്റോസ് എടുത്ത് ഇങ്ങനെ ബോക്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, അത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സവാള, അതൊരു 2 സവാളയാണ് നമ്മൾ എടുത്തരിഞ്ഞിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറേ മല്ലിയിലയും പുതിനയും. ഇതെന്താണെന്നറിയോ, തേങ്ങ പേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡിഷിന് അത്രയധികം ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ തേങ്ങ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ദെൻ മസാലപ്പൊടി നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ച് വെച്ചേക്കുന്നത് ഒരു 3/4 സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുമ്പളങ്ങ ഇറച്ചി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം ഒരു ലാർജ് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉരുളി വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച ശേഷം, കടുകിടരുതേ, ഉലുവ മാത്രം ഇട്ടാൽ മതിയേ. അതിട്ട് പൊട്ടിച്ച ശേഷം നമ്മുടെ സവാള ഇടുക. അതിനുശേഷം മല്ലിയില പുതിന ഇടുക. പിന്നെ കുറച്ച് എടുത്തു വെച്ചതിൽ നിന്ന് കുറച്ച് മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൈൻഡ് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു കുട്ടി പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലാസ് ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്ത ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മെയിൻ പാർട്ട് ഇത്രയേ ഉള്ളൂ. ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുക, അത്യാവശ്യം ടൈം എടുത്ത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യണേ. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ആ മസാലയൊക്കെ പിടിച്ച ശേഷം നമ്മൾ എടുത്തു വച്ചേക്കുന്ന കോഴിയിറച്ചി എടുത്ത് ഇതിനോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുമ്പളങ്ങ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. എല്ലാ മസാലാസും ഇടുക, കുമ്പളങ്ങ ഇറച്ചി ഇടുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങും, എന്നാലും നമുക്ക് ഈ ഉരുളിയിൽ വെക്കുന്നതാണ്, നമ്മൾ കുക്കറിലല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലേ അത് വേവുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. സംഭവം ഇത് അത്യാവശ്യം സ്ലോ കുക്ക് ചെയ്യണേ, അപ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ, അങ്ങനെ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറിക്ക് അത്രയും സ്വാദ് കിട്ടുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കണേ. നന്നായി തന്നെ തിളപ്പിച്ചോളൂ. അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ വികാരമായിട്ടുള്ള കുമ്പളങ്ങ ഇറച്ചി റെഡിയാണ് കേട്ടോ. സംഭവം എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും ചില സമയങ്ങളിലൊക്കെ കല്യാണ വീട്ടിൽ തലേന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി തന്നെ കിട്ടില്ല, നമുക്ക് കുമ്പളങ്ങ മാത്രമേ കിട്ടുള്ളൂ, പേരിന് മാത്രമേ ഇറച്ചിടാറുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചിക്കനും കുമ്പളങ്ങയൊക്കെ ഇടുക കേട്ടോ. സംഭവം എന്താ പറയുക, പാലക്കാട്ടുകാർക്ക് കുമ്പളങ്ങ ഇറച്ചി ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ എല്ലാ ജില്ലക്കാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.